സ്ലീപ്പ് പാരാലിസിന്റെ ഒരു സ്റ്റോറി പറയാം. ഈ കഥയിൽ ഭയങ്കര ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ കഥയിലെ ക്യാരക്ടറിനെ തൽക്കാലം നമുക്ക് അനു എന്ന് വിളിക്കാം. അനുവിന്റെ വീട്ടില് അച്ഛനും അമ്മയും പിന്നെ ഒരു ചേച്ചിയാണ് ഉള്ളത്. അനുവും ചേച്ചി ഒരുമിച്ചാണ് കിടക്കുക. അച്ഛനും അമ്മയും ഒരു റൂമിലും അങ്ങനെയാണ് കിടക്കുക. ഈ കഥ തുടങ്ങുന്നത് അനുവിന്റെ സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞ ഉടനെയാണ്. അങ്ങനെ ഒരു ദിവസം അനു കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ അടുത്ത് തന്നെ ആരോ കിടക്കുന്നുണ്ട്. ലൈക്ക് ഒരു രൂപം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അനു വല്ലാണ്ട് ശ്രദ്ധിച്ചില്ല, കാരണം എന്നും ചേച്ചിന്റെ അടുത്താണല്ലോ കിടക്കുന്നത്. തിരിഞ്ഞ് കിടക്കാൻ നോക്കിയതും അനു പെട്ടെന്ന് കോൺഷ്യസ് ആയി, അടുത്ത് ചേച്ചി ഇല്ല കിടക്കാൻ, പിന്നെ ഇത് ആരാന്നുള്ളത്. അതിന്റെ ആള് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അടുത്ത് തന്നെ ഒരു രൂപം കിടക്കുന്നുണ്ട്. ലൈക്ക് ഒരു ലേഡീന്റെ രൂപം കിടക്കുന്നുണ്ട്. അനു പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് അച്ഛനെയും അമ്മനെയും വിളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. കൈയും കാലും ഒന്നും അനക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഫ്രീസ് ആയിക്കാണ് ബോഡി. മുന്നിലൊരു രൂപം ഉണ്ട് എന്നല്ലാണ്ട് അനുവിനെ ഇത് അറ്റാക്ക് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അനു ഭയങ്കര പ്രഷർ കൊടുത്ത് കൈയും കാലും അനക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. എന്റെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ എല്ലാം റെഡി ആയി. അനുവിന് ബോഡിന്റെ കൺട്രോൾ കിട്ടി. ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ അവിടെ ഒന്നും കിടക്കുന്നൊന്നുമില്ല. ലൈഫിൽ ആദ്യമായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ അനു നല്ലോണം പേടിച്ച് പിന്നെ കുറച്ച് ദിവസം ഒറ്റ കിടക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും ഒക്കെ കാണുമല്ലോ, ഇത് സ്ലീപ്പ് പാരാലിസിസ് ആണ്, അല്ലാണ്ട് ലൈക്ക് പ്രേതം അങ്ങനത്തെ ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അങ്ങനെ തന്നെ അനുവിന് ഓക്കെ ആയി. പിന്നെ ലൈഫിൽ ആൾ ഇതൊരു 2-3 പ്രാവശ്യം പിന്നെയും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണേ. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ അനുവിന്റെ സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇടയ്ക്ക് അനു ആ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ചേച്ചിന്റെ മദർ ഇല്ലോന്റെ റൂമിലാണ് അനു കിടക്കല്. അവര് വേറെ റൂമിലാണ് കിടക്കല്. അങ്ങനെ ആൾ അവിടെ കിടന്നുറങ്ങി. വെളുപ്പിന് 3 മണിയൊക്കെ ആയപ്പോൾ അനു ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അനുവിന്റെ കാലിന്റെ ചോട്ടിലായിട്ട് തന്നെ എന്തോ ഒരു സംഭവം, എന്തോ ഒരു ക്രിയേച്ചർ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര ഏജ് ആയിട്ട് മനുഷ്യന്മാർ ഇങ്ങനെ ഷ്രിങ്കായി ചെറുതായി പോവുമല്ലോ, അങ്ങനത്തെ ഒരു ക്രിയേച്ചർ. അത് ആണാണോ പെണ്ണാണോ ജെൻഡർ ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് അനുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അനുവിന്റെ അടുത്തേക്ക് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, കൈയോണ്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത്ര ഏജ് ആയിട്ടുണ്ട്. അതിന് വേഗം എണീച്ചിരുന്നാണ്ട് കൈയോണ്ട് അതിനങ്ങ് പിടിച്ച്, അതിന്റെ കൈയിനാട്ടോ പിടിച്ചത്. അതിന്റെ കൈയൊക്കെ ഇങ്ങനെ നമുക്കൊരു 100 വയസ്സൊക്കെ ആയ മനുഷ്യന്മാരുണ്ടാവില്ല, ഭയങ്കര ലൈക്ക് തിന്നായി ഷ്രിങ്കായി മാറിയതുണ്ടാവില്ല. നമുക്ക് അതിന്റെ കയ്യുമ തൊട്ടാൽ ഇത് ആണാണോ പെണ്ണാണോ മനസ്സിലാവാത്ത അങ്ങനെ ഉണ്ടാവില്ല. അത്രയും വയസ്സായിട്ടുള്ള ഒരു ക്രിയേച്ചർ ആണ് ഇത്. അനുവിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ കൈയോടെ അനുവിന്റെ അടുത്തേക്ക് എത്തുന്നില്ല, കാരണം അത്രയും ഏജ് ആയിക്കണം. അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ. അത്രയും കണ്ടപ്പോൾ അനുവിനെ നമുക്ക് തന്നെ തോന്നുമല്ലോ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ തന്നെ സ്ട്രോങ് എന്ന് വിചാരിച്ചുകൊണ്ട് അനു വേഗം ആ പിടുത്തങ്ങ് മുറുക്കി കണ്ട് വേഗം ചേച്ചീനെല്ലാം വിളിക്കാൻ തുടങ്ങി. ആൻഡ് ഇവിടെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും സൗണ്ട് പുറത്തേക്ക് പോണില്ല. അതുപോലെ കണ്ണ് വളരെ അടഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷെ എല്ലാ റൂമിലുള്ള എല്ലാ സംഭവങ്ങളോട് കാണുന്നുണ്ട്. അതായത് സ്വപ്നമാണോ സ്ലീപ്പ് പാരാലിസിസ് ആണോ എന്താണ് നടക്കുന്നത് മനസ്സിലാവാത്തൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു കുളത്തിലാണ് അനു നിൽക്കുന്നത്. സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അനു വേഗം നാമം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ആ സാധനം ഇവിടെ കയ്യിൽ നിന്ന് അങ്ങ് പോകുകയും ചെയ്തു. ഇവിടെ കണ്ണ് തുറക്കാൻ കഴിഞ്ഞു. കണ്ണ് തുറന്നതും ഇവരുടെ കാലിന്റെ നേരെയാണ് റൂമിന്റെ ജനാല വരുന്നത്. ആ ജനാലിന്റെ ഇപ്പുറത്തായിട്ട് വീട്ടിൽ വളർത്തുന്ന പട്ടി കിടക്കലുണ്ട്. ആൻഡ് ഇവിടെ കണ്ണ് തുറന്നത് ഈ പട്ടി ആകെ കരയാൻ തുടങ്ങി. അത് കേട്ടത് ഇവർക്ക് ഉണ്ടാവുമല്ലോ, ഇവിടെ സ്വപ്നമല്ല കണ്ടിട്ടുള്ളത്, ഈ ഒരു ക്രിയേച്ചറിനെ കണ്ടിട്ടാണ് പട്ടി കരയുന്നതെന്ന് തോന്നുമല്ലോ. കാരണം കയ്യിൽ നിന്ന് ഈ ഒരു സംഭവം പോയേക്കിന് പട്ടി ആകെ കരയാൻ തുടങ്ങി. പിന്നെ കുറെ ആയിട്ട് സ്ലീപ്പ് പാരാലിസിസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ അറ്റാക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. ആൻഡ് സ്ലീപ്പ് പാരാലിസിസ് ആണെന്നുണ്ടെങ്കിലും ഒരു സംഭവം നമ്മളിങ്ങനെ സ്റ്റെയർ ചെയ്യുക, അതുപോലെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടാവില്ല. ആൻഡ് ഇത് ഇവർക്ക് അറിയുകയും ചെയ്യുക. അതുകൊണ്ട് ഇത് ഇതല്ല എന്നുള്ളൊരു തോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ ഒരു 7 മണി വരെ ഇവിടെ റൂമിൽ അങ്ങനെ ഇരുന്ന്